ആരാധകർക്ക് ഒരുപാട് കാലത്തേക്ക് ഓർത്തിരിക്കാവുന്ന ചില മികച്ച മത്സരങ്ങളൊക്കെ സമ്മാനിച്ചിട്ടാണ് ഇത്തവണത്തെ IPL അവസാനിക്കാൻ പോകുന്നത്. ഇത്തവണത്തെ IPLിലെ ആവേശകരമായ 5 മത്സരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. IPL 18ാം സീസൺ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരാഴ്ചത്തെ സസ്പെൻഷനും മഴയും അമ്പയറിംഗ് വിവാദവും ഒക്കെ നിറഞ്ഞു നിന്ന ആവേശകരമായ മത്സരങ്ങളൊക്കെ ആരാധകർക്ക് ഇത്തവണ ആസ്വദിക്കാൻ സാധിച്ചു. ആദ്യ 4 മത്സരങ്ങളും വിജയിച്ച ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫിലെത്താൻ കഴിയാതെ വന്നതോടെ ലീഗ് പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സ്വഭാവമൊക്കെ തുറന്നു കാട്ടി. ആദ്യ 5 മത്സരങ്ങളിൽ 4 തോറ്റ മുംബൈ ഇന്ത്യൻസ് ആകട്ടെ ഉജ്ജ്വലമായ തിരിച്ചുവരവ് നടത്തി പ്ലേ ഓഫിലേക്ക് കടക്കുകയും ചെയ്തു. ടൂർണമെന്റിലെ നിരവധി മത്സരങ്ങൾ ടീമുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ ആരാധകരുടെ ഹൃദയം കീഴടക്കുന്ന കാഴ്ചയും കണ്ടു. എന്നാൽ അതിൽ നിന്നുമൊക്കെ അവിസ്മരണീയമായ 5 മത്സരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അഞ്ചാമതുള്ളത് LSUവും KKRും തമ്മിൽ നടന്ന മത്സരമാണ്. ഏപ്രിൽ 8 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ നടന്ന IPLിലെ 21ാമത്തെ മത്സരമായിരുന്നു ഇത്. മത്സരം കാണാൻ നിരവധി ആരാധകർ എത്തിയിരുന്നു. 40 ഓവറുകളിൽ 4കളും 6റുകളും ഒപ്പം മഴയുമൊക്കെ എത്തി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ലക്നോ സൂപ്പർ ജയൻസും തമ്മിലുള്ള ഈ ആവേശകരമായ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത LSU ആകട്ടെ 20 ഓവറിൽ 238 റൺസാണ് എടുത്തത്. 3 വിക്കറ്റാണ് അവർക്കന്ന് നഷ്ടമായത്. ഒരു വലിയ കൂറ്റൻ സ്കോർ തന്നെയായിരുന്നു ഇത്. നിക്കോളാസ് പൂരൻ 36 പന്തിൽ 87 റൺസ് നേടി മിന്നുന്ന ഇന്നിംഗ്സ് കളിച്ചപ്പോൾ മിച്ചൽ മാർഷ് ആകട്ടെ 48 പന്തിൽ 81 റൺസ് നേടിയ മികച്ച ഇന്നിംഗ്സ് കളിച്ച് അദ്ദേഹത്തിന്റെ കൂടെ കട്ടക്ക് നിൽക്കുകയും ചെയ്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊൽക്കത്തയാകട്ടെ തളർന്നില്ല. ഈ വലിയ വിജയലക്ഷ്യം തുടരുന്നതിൽ അവർ പരമാവധി ശ്രമിച്ചു. സുനിൽ നരയൻ 13 പന്തിൽ 30 റൺസ് നേടി മികച്ച തുടക്കമാണ് നൽകിയത്. തുടർന്ന് അജിങ്ക്യ രഹാനെ 35 പന്തിൽ 61 റൺസ് നേടി ആവേശകരമായ ഇന്നിംഗ്സ് കളിച്ചു. വെങ്കിടേഷ് അയ്യരും റിങ്കു സിംഗും ശക്തമായ ഷോട്ടുകൾ അടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒടുവിൽ LSU ആവേശകരമായ മത്സരത്തിൽ 4 റൺസിനാണ് വിജയിച്ചത്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയാകട്ടെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസിൽ ഒതുക്കാനും അവർക്ക് സാധിച്ചു. നാലാമതുള്ളത് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ സ്കോർ പഞ്ചാബ് കിങ്സ് പ്രതിരോധിച്ച് വിജയിച്ചതാണ്. ഏപ്രിൽ 15 പഞ്ചാബ് കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള IPL മത്സരം ആരാധകർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. ടോസ് നേടിയ കൊൽക്കത്തൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യ 4 ഓവറിൽ 39 റൺസ് നേടിയ പഞ്ചാബിന് മികച്ച തുടക്കമായിരുന്നു ലഭിച്ചത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് കഥ മാറുകയായിരുന്നു. അവർക്ക് പെട്ടെന്ന് തന്നെ 4 വിക്കറ്റുകൾ നഷ്ടമായി. ഈ തിരിച്ചടിയിൽ നിന്ന് പഞ്ചാബിന് പിന്നീട് കരകയറാൻ കഴിഞ്ഞില്ല. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവർ 15.3 ഓവറിൽ 111 റൺസിന് ഓൾ ഔട്ടായി. ഹർഷിത് റാണ 25 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വരുൺ ചക്രവർത്തി, സുനിൽ നരയൻ എന്നിവരുമൊക്കെ മികച്ച പ്രകടനങ്ങൾ മത്സരത്തിൽ കാഴ്ചവെച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ പഞ്ചാബിന് പെട്ടെന്ന് തന്നെ വിക്കറ്റുകൾ ആവശ്യമായിരുന്നു. അത് അവർക്ക് ലഭിക്കുകയും ചെയ്തു. ആദ്യ 2 ഓവറിൽ തന്നെ കൊൽക്കത്തയുടെ 2 വിക്കറ്റുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. എന്നാൽ പിന്നീട് അജിങ്ക്യ രഹാനെയും രഘുവംശിയും ചേർന്ന് 38 പന്തിൽ 55 റൺസാണ് കൂട്ടിച്ചേർത്തത്. KKRന്റെ സ്ഥിരത പുലർത്തി 62 റൺസിൽ 2 വിക്കറ്റ് എന്ന നിലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ചെറിയ വിജയലക്ഷ്യം എളുപ്പത്തിൽ പിന്തുടരാൻ കൊൽക്കത്തയ്ക്ക് കഴിയുമെന്ന് തോന്നിയെങ്കിലും പിന്നീട് സംഭവിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. 15.1 ഓവറിൽ വെറും 95 റൺസിന് KKR ഓൾ ഔട്ട് ആവുകയായിരുന്നു. IPLിലെ തന്നെ ഏറ്റവും കുറഞ്ഞ സ്കോർ വിജയകരമായി പ്രതിരോധിച്ചുകൊണ്ട് പഞ്ചാബ് കിങ്സ് ശരിക്കും പറഞ്ഞ ചരിത്രം സൃഷ്ടിക്കുക തന്നെയായിരുന്നു ആ മത്സരത്തിൽ കാണിച്ചത്. മൂന്നാമത്തേത് ചിന്നസ്വാമിയിൽ ചെന്നൈ സൂപ്പർ കിങ്സും RCBയും തമ്മിൽ നടന്ന മത്സരമാണ്. മെയ് 3 ഈ മത്സരം നടന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ RCB CSKയും തമ്മിൽ ആവേശകരമായ മത്സരം തന്നെയാണ് നടന്നത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത RCB 5 വിക്കറ്റ് നഷ്ടത്തിൽ 213 റൺസാണ് നേടിയത്. അതൊരു ശക്തമായ സ്കോർ ആയിരുന്നു. ജേക്കബ് ബദേലും വിരാട് കോഹ്ലിയും ടോപ്പ് ഓർഡറിൽ മികച്ച അർദ്ധ സെഞ്ചുറികൾ നേടി. എന്നാൽ മധ്യനിര പരാജയപ്പെട്ടു. തുടർന്ന് റൊമാരിയോ ഷെപ്പേർഡ് 14 പന്തിൽ പുറത്താകാതെ 53 റൺസ് നേടി തന്റെ ടീമിനെ 200 കടത്തുകയായിരുന്നു. പക്ഷേ CSK തളർന്നില്ല. മറുപടിയായി ശക്തമായി തന്നെയാണ് അവർ ബാറ്റ് ചെയ്തത്. 17 വയസ്സ് മാത്രം പ്രായമുള്ള യുവതാരം ആയുഷ് മാത്രേ തന്റെ അപാര കഴിവ് പ്രകടിപ്പിക്കുന്ന മത്സരമായിരുന്നു അത്. RCB ബൗളർമാരെ പൂർണ്ണമായിട്ടും അദ്ദേഹം പരാജയപ്പെടുത്തി. രവീന്ദ്ര ജഡേജ 45 പന്തിൽ പുറത്താകാതെ 77 റൺസ് നേടി അദ്ദേഹത്തിന് മികച്ച പിന്തുണയും നൽകി. എന്നാൽ 2 പേർക്കും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നതാണ് വസ്തുത. അവസാന 4 ഓവറിൽ CSKക്ക് 43 റൺസ് മാത്രമായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. 8 വിക്കറ്റുകൾ അവരുടെ കൈവശമുണ്ടായിരുന്നു. 2 സെറ്റ് ബാറ്റ്സ്മാൻമാർ ഗ്രീസിലും ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ മഞ്ഞു വീണ് കിടന്നതിനാൽ ബാറ്റിംഗിനും എളുപ്പമായിരുന്നു. എന്നാൽ തുടർച്ചയായ പന്തുകളിൽ ആയുഷ് മാത്രയും ഡെവാൾഡ് ബ്രെവിസിനെയും പുറത്താക്കി ലുങ്കി എങ്കിഡി കളിയുടെ ഗതി മാറ്റുകയായിരുന്നു. പിന്നീട് CSK കുറച്ച് പിറകോട്ട് പോവുകയായിരുന്നു. അവസാന ഓവറിൽ CSKക്ക് 15 റൺസായിരുന്നു വേണ്ടത്. MS ധോണിയായിരുന്നു ഗ്രീസിൽ. യാഷ് ദയാൽ മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു 3-ാം പന്തിൽ ധോണിയെ പുറത്താക്കി. എന്നാൽ പിന്നീട് ശിവൻ ദുബെ ഒരു നോ ബോളിൽ ഒരു സിക്സർ പറത്തി വീണ്ടും CSKയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എന്നാൽ അവസാന 3 പന്തുകളിൽ യാഷ് ദയാൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. CSKയെ 211 റൺസിൽ ഒതുക്കി. RCBക്ക് ആവേശകരമായ ഒരു വിജയം തന്നെയായിരുന്നു ആ മത്സരത്തിൽ സമ്മാനിച്ചത്. രണ്ടാമത്തേത് ഏപ്രിൽ 24 വിശാഖപട്ടണത്ത് നടന്ന ഡൽഹി ക്യാപിറ്റൽസും ലക്നോ സൂപ്പർ ജയൻസും തമ്മിലുള്ള മത്സരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന മത്സരം തന്നെയായിരുന്നു ഇത്. ആദ്യം ബാറ്റ് ചെയ്ത LSU മിച്ചൽ മാർഷിന്റെയും നിക്കോളാസ് പൂരന്റെയും തകർപ്പൻ ബാറ്റിംഗിന്റെ കരുത്തിൽ 20
ഓവറിൽ 209 റൺസാണ് നേടിയത്. മിച്ചൽ സ്റ്റാർക്ക് ആകട്ടെ 4 ഓവറിൽ 42 റൺസ് വഴങ്ങിയെങ്കിലും 3 വിക്കറ്റുകൾ വീഴ്ത്തി. ഡൽഹിയുടെ ഏറ്റവും തിളക്കമുള്ള താരമായിരുന്നു കുൽദീപ് യാദവ്. 20 റൺസ് വിട്ടുകൊടുത്ത് അദ്ദേഹം 2 വിക്കറ്റുകളാണ് മത്സരത്തിൽ സ്വന്തമാക്കിയത്. രണ്ടാം ഇന്നിംഗ്സിലാകട്ടെ 7 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതോടെ ഡൽഹി തോൽവി ഉറപ്പിച്ചിരുന്നു. തുടർന്ന് അക്സർ പട്ടേലും ഡൂപ്ലിസിയും ചേർന്ന് 43 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. എന്നാൽ ഇരുവരും അടുത്തു തന്നെ പുറത്തായതോടെ ഡൽഹി 5 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺസ് എന്ന നിലയിൽ തകർന്നടിഞ്ഞു. എന്നാൽ പിന്നീട് LSG ബൗളർമാരെ ആക്രമിച്ച് കീഴടക്കിയ ട്രിസ്റ്റൻ സ്റ്റെബ്സും 13-ാം ഓവറിൽ പുറത്തായതോടെ ഡൽഹി ആകട്ടെ 13 ഓവറിൽ വെറും 113 റൺസ് മാത്രമേ നേടാൻ സാധിച്ചിരുന്നുള്ളൂ. LSG കളി പെട്ടെന്ന് അവസാനിക്കുമെന്ന് തോന്നിയ നിമിഷമായിരുന്നു അത്. പിന്നീടാണ് 20 വയസ്സുള്ള അരങ്ങേറ്റക്കാരൻ വിബ്രജ് നിഗം മത്സരത്തിലേക്ക് വരുന്നത്. മറക്കാനാവാത്ത ഒരു പ്രത്യാക്രമണം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. 15 പന്തിൽ 5 ഫോറും 2 സിക്സറും സഹിതം 39 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. വിബ്രജ് പുറത്തായതിനു ശേഷം എല്ലാ പ്രതീക്ഷകളും അശുതോഷ് ശർമ്മയിലായിരുന്നു. പ്രിൻസ് യാദവിന്റെ അവസാന ഓവറിൽ 16 റൺസായിരുന്നു അവർക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത്. അവസാന ഓവറിൽ ഡൽഹിക്ക് 6 റൺസ് വേണ്ടിയിരുന്നപ്പോൾ ഋഷഭ് പന്താകട്ടെ ഷഹബാസ് അഹമ്മദിന് പന്ത് കൈമാറി. LSGയെ സംബന്ധിച്ചിടത്തോളം 1 വിക്കറ്റ് നേടിയാൽ മാത്രം മതിയായിരുന്നുള്ളൂ. എന്നാൽ 3-ാമത്തെ പന്തിൽ അശുതോഷ് സിക്സർ പറത്തി ഡൽഹിക്ക് അവിസ്മരണീയമായ വിജയമാണ് സമ്മാനിച്ചത്. ഏറ്റവും മികച്ച മത്സരമെന്ന് വിലയിരുത്താവുന്ന 1-ാമത്തെ മത്സരം ഡൽഹിയും രാജസ്ഥാൻ റോയൽസും തമ്മിൽ നടന്ന മത്സരമാണ്. ഏപ്രിൽ 16-നായിരുന്നു ഈ മത്സരം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്നത്. വളരെ ആവേശകരമായ ഒരു മത്സരം തന്നെയായിരുന്നു ഇത്. ടോസ് നേടി ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഡൽഹി 20 ഓവറിൽ 188 റൺസാണ് നേടിയത്. അഭിഷേക് പോറൽ 37 പന്തിൽ 49 റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. KL രാഹുൽ, ട്രിസ്റ്റൻ സ്റ്റെബ്, അക്സർ പട്ടേൽ എന്നിവരും മികച്ച സംഭാവന ടീമിന് വേണ്ടി നൽകി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ രാജസ്ഥാൻ ആകട്ടെ മികച്ച തുടക്കമാണ് കുറിച്ചത്. യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസണും ചേർന്ന് ഓപ്പണിംഗ് ജോഡി 34 പന്തിൽ 61 റൺസ് കൂട്ടിച്ചേർത്തു. ജയ്സ്വാൾ 37 പന്തിൽ 51 റൺസ് നേടി. പിന്നാലെ വന്ന നിതീഷ് റാണ 28 പന്തിൽ 51 റൺസും നേടി. അവസാന ഓവറിൽ 7 വിക്കറ്റുകൾ കയ്യിലിരിക്കെ രാജസ്ഥാൻ ജയിക്കാൻ വെറും 9 റൺസ് മാത്രമായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. പക്ഷേ മിച്ചൽ സ്റ്റാർക്ക് മത്സരത്തിൽ അത്ഭുതകരമായിട്ടാണ് ബൗൾ ചെയ്തത്. ഓസ്ട്രേലിയൻ പേസർ 3 യോർക്കറുകൾ എറിഞ്ഞു. മറ്റ് 3 പന്തുകളും വളരെ മികച്ചതായിരുന്നു. രാജസ്ഥാൻ ബാറ്റ്സ്മാൻമാർക്ക് അവരുടെ ബാറ്റിൽ പന്ത് തൊടാൻ പോലും അവസരം ലഭിച്ചില്ല. അവസാന ഓവറിൽ അവർക്ക് 8 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടു. സൂപ്പർ ഓവറിൽ സ്റ്റാർക്ക് 6 പന്തിൽ 11 റൺസ് വഴങ്ങി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഡൽഹി 4 പന്തുകൾക്കുള്ളിൽ വിജയലക്ഷ്യം മറികടക്കുകയും ചെയ്തു. അവിസ്മരണീയമായ വിജയവും മത്സരവുമായിരുന്നു അത്.